ഇരുളിലായിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ക്രിസ്മസിന് കൂടി നാം ഒരുങ്ങുന്ന ഈ വേളയിൽ ജീവിക്കുന്ന ദൈവത്തെ, നമ്മുടെ രക്ഷകനും നാഥനുമായ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, പൂർണ്ണത നൽകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ക്രിസ്മസിന് വേണ്ടി ഒരുക്കത്തിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും രക്ഷകനും നാഥനും സർവശക്തനും പരമകാരുണ്യവാനുമായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഹൃദയങ്ങൾ തുറക്കാം. പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ക്രിസ്തു നിന്നെ വിളിക്കുന്നു. ബർത്തമ്യൂസ് എന്ന അന്ധയാചകൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ച് ഭിക്ഷക്കാരനായി ആർക്കും വേണ്ടാതിരുന്ന ഭിക്ഷയാചകനോട് അവൻ്റെ ചെവികളിൽ ഒരു സ്വരം മുഴങ്ങുകയാ, ക്രിസ്തു നിന്നെ വിളിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, നിന്റെ വിളി കേൾക്കാൻ, എൻ്റെ ബലഹീനതയിൽ, തകർച്ചയിൽ, അസ്വസ്ഥതയിൽ നിന്റെ വിളി കേൾക്കാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന സൃഷ്ടാവായ ഒരു ദൈവമുണ്ട് എന്ന്. അസാധ്യമെന്ന് ലോകം വിധിച്ചത് സാധ്യതമാക്കുന്ന ഏകദൈവം. ഓ പ്രിയ ഈശോയെ, നിന്റെ മുമ്പിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ച് സത്യത്തിൻ്റെ വെളിച്ചം, പ്രകാശത്തിൻ്റെ ശക്തി ഇപ്പോൾ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയങ്ങൾ സമർപ്പിച്ച് ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കേൾക്കാത്ത അത്ഭുതകരമായ കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി, ഇരുളുകൾ മാറ്റപ്പെടുന്നതിന് വേണ്ടി, മതിലുകൾ തകർക്കപ്പെടുന്നതിന് വേണ്ടി ഓ സൃഷ്ടാവായ ദൈവമേ കടന്നു വരണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ, ആനന്ദത്തോടെ, പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലുള്ളവരാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് മതിലുകൾക്ക് മുമ്പിൽ നിൽക്കുന്നവനാണെങ്കിലും, ഈ രാത്രി, ഈ ദിവസം ദൈവം പറയുകയാണ്, നീ ഭയപ്പെടരുത്. ചെങ്കടലുകളെ വിഭജിക്കുന്ന, ജെറീക്കോ കോട്ടകളെ തകർക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. യെശയ്യായുടെ പ്രവചനം 45:2 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, നിനക്ക് മുമ്പിൽ ഉയർത്തപ്പെട്ട മതിലുകൾ ഞാൻ തകർക്കും. അന്ധകാരത്തിലെ നിധി, രഹസ്യ ധനശേഖരം ഞാൻ നിനക്ക് കാണിച്ചു നൽകും. വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. എല്ലാ ജെറീക്കോ കോട്ടകൾക്ക് മുമ്പിൽ, നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ മതിലുകൾക്ക് മുമ്പിൽ ജീവിക്കുന്ന ദൈവത്തിനെ കണ്ടുകൊണ്ട് അവിടുത്തെ പാടി ആരാധിക്കാം, വിശ്വസിക്കാം, ഏറ്റുപറയാം. എല്ലാ ജെറീക്കോ കോട്ടകൾക്ക് മുകളിലും കർത്താവിൻ്റെ ശക്തി കടന്നു വരും. എല്ലാ ജെറീക്കോ കോട്ടകളും ഇന്ന് തകർന്നു വീഴും. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാ കോട്ടകളും തകർന്നത് കാണുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവം ഉള്ള വ്യക്തികൾ ജലാശയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമെന്ന ഭയത്താൽ കഴിയുന്ന വ്യക്തികൾ ദൈവം പറയുകയാണ്, നീ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. അഗ്നിയെ സൃഷ്ടിച്ച, ജലത്തെ സൃഷ്ടിച്ച, അതിൻ്റെ മേൽ ആധിപത്യമുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ഈ ദൈവം ഇന്ന് നിന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഈ ദൈവത്തെ എല്ലാ അഗ്നിയുടെ അവസ്ഥകളിലേക്കും ക്ഷണിക്കാം. അഗ്നിയുടെ രൂപഭാവങ്ങൾ മാറ്റുന്ന, അതിൻ്റെ പൊള്ളലേൽക്കുന്ന സ്വഭാവത്തെ മാറ്റുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഈ ദൈവം നിന്നെ കാത്തു വരികയാ അഗ്നിയെ മാറ്റാൻ. ജലത്തിൻ്റെ ആഴങ്ങളിൽ നിനക്ക് പാതയൊരുക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ സ്നേഹമുള്ള ദൈവം. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ പൊള്ളുന്ന അനുഭവങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക് അവനെ ക്ഷണിച്ചുകൊണ്ട് പാടി സ്തുതിക്കാം. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. വിശ്വാസത്തോടെ അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്റെ ദൈവമുണ്ട്. മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്തോടെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഞാൻ കർത്താവേ. ഹല്ലേലൂയ, വിശ്വസിക്കുന്ന ഞാൻ കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ചെങ്കടലുകളും മാറുന്നത് കാണുക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജെറിക്കോ മതിലുകളും തകർന്ന് കാണുക കർത്താവേ. നന്ദി പറയുന്നു, ഹല്ലേലൂയ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതം പടുത്തുയർത്തുന്ന കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. പുതിയ ജീവിതം നൽകുന്നവനെ, പ്രകാശം തരുന്നവനെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസിൻ്റെ ദിനങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇതാ കല്ലറയുടെ, ശൂന്യമായ കല്ലറയുടെ മുമ്പിൽ നിന്ന് സ്വന്തം സഹോദരനെ ഓർത്ത് കരഞ്ഞ മർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, മരണത്തെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു ക്രിസ്തു. കാരണം അവൻ വേദനിക്കുന്നവരുടെ കൂടെ വസിക്കുന്നവനാണ്. വേദനിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുന്ന ഒരു ദൈവമല്ല. കാരണം അവൻ എനിക്ക് വേണ്ടി ബലിയായി തീർന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവനെക്കുറിച്ച് പറയുക. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. 2-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇതായിരിക്കും രക്ഷകനെ കുറിച്ചുള്ള നിനക്കുള്ള അടയാളം. എന്തായിരിക്കും അടയാളം? എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. രക്ഷകൻ അവരെവിടെയാ വന്ന് പിറക്കുക? കൊട്ടാരത്തിലായിരിക്കാം, മട്ടുപ്പാവിലായിരിക്കാം, ശക്തനും ധീരനുമായിരിക്കാം. എന്നാൽ പ്രവാചകൻ പറയുന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, എവിടെയാണ് ഈ ശിശു, ഈ രക്ഷകനായവൻ പിറന്നിരിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 2:12, ഇതായിരുന്നു നിങ്ങൾക്കുള്ള അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു. പുൽത്തൊട്ടിയുടെ മലിനതയിലേക്ക്, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥലത്തേക്ക്,
കാലുകളുടെ ഇടയിൽ, ആർക്കും വേണ്ടാത്തവരുടെ ഇടയിൽ വന്നു ഭവിക്കുന്ന ഒരുവൻ, അവൻ്റെ പേരാണ് നസ്രായനായ ഈശോ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും, ഏത് ദുഃഖങ്ങളിലും, ഏത് സങ്കടങ്ങളിലും, വേദനയുടെ പെരുവഴികളിലും, ഒഴിവാക്കപ്പെട്ട അവസ്ഥകളിലും ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഭയപ്പെടരുത്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള, ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള, രോഗികൾക്ക് വേണ്ടിയുള്ള, തകർക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി, വേദനിക്കപ്പെടുന്നവർക്ക് വേണ്ടി, ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടി, തകർക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരുവൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവനാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ വചനങ്ങൾ, സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിനെ അന്വേഷിച്ച് വരികയാണ്. നിന്നെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 7:22 ഇതാണ് നീ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കൃത്യമായും വ്യക്തമായും ഉത്തരം നൽകുകയും അവൻ ആരാണെന്ന് നീ പറഞ്ഞു കൊടുക്കണം. കുരുടന്മാർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതാണ് യേശുവിൻ്റെ അടയാളം. എവിടെ ദാരിദ്ര്യമുണ്ടോ, എവിടെ ദുഃഖമുണ്ടോ, എവിടെ വേദനയുണ്ടോ, എവിടെ അന്ധതയുണ്ടോ, അവിടെ തീർച്ചയായും സന്നിധി ചെയ്യുന്ന ഒരുവന്റെ പേരാണ് യേശുക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം മുഴുവൻ വേദനയും സങ്കടവും ദുഃഖവും ആരാലും പരിഗണിക്കപ്പെടാതെ ഒഴിവാക്കപ്പെട്ടവരായി, തകർക്കപ്പെട്ടവരായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി നാം കടന്നു പോകുന്ന ഈ നാളുകളിലേക്ക് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പാപം വർദ്ധിച്ചെടുത്ത്, റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വചനം, മനോഹരമായ വചനം എങ്ങനെയാ പറയുന്നത്? പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിന്റെ കൃപ അതിലേറെ വർദ്ധിച്ചു. ഹല്ലേലൂയ. തകർച്ചകളെ കാണരുത് പ്രിയപ്പെട്ടവരെ. കണ്ണു മുഴുവൻ തകർച്ച കണ്ട് മഞ്ഞളിക്കരുത്. എന്നാൽ തകർച്ചയെ അതിജീവിക്കാൻ കരുത്തുള്ള ഒരുവനുണ്ട്. തകർച്ചയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവന്റെ ശക്തി, സമൃദ്ധമായ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ് തകർച്ചയുടെ സമയം, വേദനയുടെ സമയം, സങ്കടത്തിന്റെ സമയം. കണ്ണു തുറന്നാൽ ഈ ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ നിനക്ക് കാണാൻ പറ്റും. യെശയ്യായുടെ പ്രവചനം 30:20 കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിനക്ക് തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ഒന്ന് കണ്ണു തുറന്നാൽ മതി. നിന്റെ മുമ്പിലിരിക്കുന്ന, നിന്റെ മുമ്പിൽ സന്നിധി ചെയ്യുന്ന, കണ്ണിമ വെട്ടാതെ നിന്നെ കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ജീവിതത്തിന്റെ തകർച്ചയുടെ ആഴങ്ങളിലാണോ അവിടെ ഒരുവൻ തീർച്ചയായിട്ടുമുണ്ട്. അവന്റെ പേരാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുകയാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് 6ാമത്തെ ജനിച്ച കുഞ്ഞ് 2.5 വയസ്സിൽ അവൾ മരിക്കുക. ശരീരത്തിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസും തകർന്ന് രക്തം ഛർദ്ദിച്ച് ഒരു ദിവസം അവൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവളിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൊണ്ട് അടുത്ത് ഞങ്ങളിത് പ്രാർത്ഥിക്കുക അവൾക്ക് വേണ്ടി. കർത്താവ് പറഞ്ഞു, സമർപ്പിക്കേണ്ട സമയമായി. വേദനയുടെ ആഴങ്ങളിൽ വേറാരെയും അടുത്തേക്ക് കൊണ്ടുവരികയില്ല. കാരണം ICUവിലാണ്. കുഞ്ഞു മരണത്തോട് മല്ലിടുകയാണ്. രക്തം പുറത്തേക്ക് വന്നു തുടങ്ങി. എല്ലാ മെഷീനുകളിലും റെഡ് സിഗ്നൽ വന്നു. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനം കാണുകയാണ്. ഇതാ കടന്നു വരുന്നു. എപ്പോഴും എവിടെയും സന്നിധി ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, പരിശുദ്ധ ദൈവമാതാവ് കടന്നു വരുന്നു. മദർ തെരേസ കടന്നു വരുന്നു. കാരണം അവളുടെ പേര് തെരേസ എന്നായിരുന്നു. സകല വിശുദ്ധരും കടന്നു വരുന്നു. കർത്താവ് പറഞ്ഞു, സമയമായി മകനെ സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, വേദനയുടെ ആഴങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സുനിശ്ചിതമാണ്, ഉറപ്പാണ്. ആരുമില്ലെങ്കിലും അവനുണ്ടാകും കൂടെ. കാരണം അവൻ നമുക്ക് വേണ്ടി മാത്രം വന്നവനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം, തന്നിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ബലിയായി തീരാൻ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ദൈവമേ വന്നുള്ളൂ. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. ജീവിതം ജീവനും മരണവും തമ്മിൽ മുഖാമുഖം കാണുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ അവിടെ ഒരുവനുണ്ടാവും. അവൻ യേശുക്രിസ്തുവാ. കാരണം അവൻ നമ്മുടെ ആശ്രയവും നമ്മുടെ ശക്തിയും നമുക്കുള്ളത് മാത്രവുമാണ്. മനോഹരമായ വചനം പറയുന്നുണ്ട്, മറ്റെല്ലാവരും ഓടി ഒളിക്കുമ്പോൾ, ചെന്നായി വരുമ്പോൾ ബാക്കിയെല്ലാം ഓടി ഒളിക്കും, പക്ഷേ ഒരുവൻ മാത്രം ഓടി ഒളിക്കില്ല. കാരണം അവനാണ് യഥാർത്ഥത്തിലുള്ള നിന്റെ സൃഷ്ടാവും നിന്റെ പരിപാലകനും. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിൻ്റെ വേദനയുടെ ആഴങ്ങളിൽ, സങ്കടങ്ങളുടെ ആഴങ്ങളിൽ, രോഗത്തിൻ്റെ ആഴങ്ങളിൽ കടന്നു വരുന്ന ഈ യേശുവാണ് വചനത്തിലുടനീളം നമ്മെ കാണിച്ചു തരുന്നത്. അവൻ ഓടി ഒളിക്കുന്നവനല്ല. മക്കളുടെ കാര്യം നമ്മൾ ഓർത്ത് നോക്കിയാൽ മതി. എനിക്കൊക്കെ 6 കുട്ടികളുണ്ട്. ഈ 6 കുട്ടികളിൽ പ്രായം ഏറിയവരെല്ലാം മറ്റു റൂമുകളിലാണ് കിടക്കുന്നത്. പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ കൂടെ കിടക്കാം. അത് അവർക്ക് രോഗം വരുമ്പോഴാണ്, പനി വരുമ്പോഴാണ്, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ്. അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവൻ ഉറപ്പുള്ള സാന്നിധ്യമാണ്. ഏത് രാത്രിയിലും കണ്ണു തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന സാന്നിധ്യമാണ് അവൻ്റെ അപ്പൻ. അങ്ങനെയെങ്കിൽ യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പിതാവിനെ വിളിക്കുകയാണ്, അബ്ബാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കാണിച്ചു തരികയാണ് ദൈവം അപ്പനാണ്. അവൻ ഉപേക്ഷിച്ചു പോകുന്നവനല്ല, അവൻ നിന്നെ മാറ്റി നിർത്തുന്നവനല്ല, അവൻ കൂടെയുള്ളവനാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലിരിക്കാതെ, മണിമാളികയിലിരിക്കാതെ, ഔന്നത്യങ്ങളിലിരിക്കാതെ നിന്റെ ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയിലേക്ക്, വേദനിക്കപ്പെട്ട അവസ്ഥയിലേക്ക് അവൻ കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, നിന്നോട് കൂടെയായിരിക്കാൻ. എൻ്റെ ജീവിതം മാറ്റിമറിച്ച മറ്റൊരു സംഭവം ഇതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം സ്വദേശത്ത് പോയിരുന്നൊരു സമയത്ത് ഞാനും എൻ്റെ 3ാമത്തെ കുഞ്ഞും കൂടെ എൻ്റെ ആൻറ്റിയുടെ വീട് സന്ദർശിക്കാൻ പോവുക. അവിടെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ കരയിലിരിക്കുമ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കുളത്തിൻ്റെ കരയിലിരിക്കുക. അപ്രതീക്ഷിതമായി കുളത്തിൻ്റെ അടിയിലേക്ക് ഞാൻ വീണുപോയി. എൻ്റെ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇതുവരെ ഉണ്ടായിരുന്ന അപ്പനെ കാണുന്നില്ല. അവൻ ഒറ്റയ്ക്കായി. അവൻ വാവിട്ട് നിലവിളിക്കുക, അപ്പാ എന്ന് പറഞ്ഞ്. ഞാനാണെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിലും. 10-18 അടി താഴ്ചയുള്ള കിണർ, നിറച്ച് വെള്ളം, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നു. ഒരു പ്രാവശ്യം ഞാൻ മുകളിലേക്ക് വരുന്നു. നിലവിളിച്ച് കരയുന്ന എൻ്റെ മകനെ കാണുന്നു. ആരും സഹായിക്കാനില്ല. എൻ്റെ ആൻറ്റിയുണ്ട് പുറത്ത്. അവർക്കൊന്നും നിസ്സഹായരായി നോക്കി നിൽക്കുക. 2ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഉറപ്പായി 1-2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് നീന്തൽ അറിയില്ല. ഈ വൈകുന്നേരത്ത് ആരും സഹായിക്കാനില്ല, പ്രതീക്ഷകളൊന്നുമില്ല. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം വെള്ളത്തിൻ്റെ അടിയിലേക്ക് 10-18 അടി താഴ്ചയിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെ, എൻ്റെ അപ്പനായ ദൈവം, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ബലിയായി തീർന്നവൻ എൻ്റെ കാതിൽ ഈ 10-18 അടി താഴ്ച ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്നോട് സംസാരിക്കുകയാണ്. മകനെ, പേടിക്കേണ്ട, ഐ ആം ഹിയർ, ഞാനിവിടെയുണ്ട്. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നെ സംഭവിച്ചത് അത്ഭുതമാണ്. പിന്നെ സംഭവിച്ച ഒരു അത്ഭുതം, ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന്, ഈ 10-18 അടി താഴ്ചയുള്ള ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ആരോ എന്നെ അതിശക്തമായി പുറത്തേക്ക് വലിച്ചെറിയുക. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വെള്ളത്തിൻ്റെ പുറത്തെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ദുഃഖത്തിലൂടെ, വേദനയിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആശ്രയിക്കാൻ പറ്റിയ ഏകനാമമാണ് യേശുനാമം. അവൻ്റെ നാമത്തിന് മുമ്പിൽ ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 8-11 ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ നാമങ്ങളും, അത് ക്യാൻസർ ആയിക്കൊള്ളട്ടെ, അത് സാമ്പത്തിക നഷ്ടമായിക്കൊള്ളട്ടെ, അത് മുട്ടുമടക്കുന്ന ഏകനാമം യേശു എന്ന നാമമാണ്. കാരണം അവൻ നിന്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഒരു സ്ഥലത്ത് കാണാനായിട്ട് ആളുകൾ വരിക. ഒരു മനുഷ്യൻ വന്നു. വളരെ പാവപ്പെട്ട മനുഷ്യൻ, നിൽക്കാൻ പോലും ആകുന്നില്ല. അദ്ദേഹം പറയുകയാണ്,
എനിക്ക് ക്യാൻസറാ ബ്രദർ. എവിടെയാണ് ക്യാൻസർ? രക്തത്തിൽ ക്യാൻസറാണ്. രാത്രി മുഴുവൻ ഉറങ്ങാറില്ല. വലിയ വേദന, വലിയ സങ്കടം. ഈ വേദനയിൽ ആരും സഹായിക്കാനില്ല. ദൈവങ്ങളായ ദൈവങ്ങളെ വിളിച്ചു, നോമ്പുകളും പ്രാർത്ഥനകളും ഒന്നും മാറുന്നില്ല. സങ്കടത്തിൻ്റെ ഈ പടുകുഴിയിൽ വെച്ച് സഹോദരൻ പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് വേണ്ടി മരിച്ച ഒരു ക്രിസ്തുവുണ്ട്. ഈ ദുർഗന്ധം വമിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ സഹോദരൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ സംഭവിച്ച അത്ഭുതമാണ്. ഞങ്ങളെ കാണാൻ വരുമ്പോൾ മൂകനായി വിഷാദത്തോടെ കടന്നു വന്ന ആള് പിറ്റേ ദിവസം കാണുമ്പോൾ അവൻ വലിയ പ്രസന്നതയോടെ കടന്നു വരികയാണ്. പറയാം, ഞാനിപ്പോൾ ആനന്ദിക്കുന്നു, ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഏതവസ്ഥയിലും ഏത് സങ്കടത്തിൻ്റെ ദൈന്യതയുടെ നിമിഷങ്ങളിലും ക്രിസ്തു കൂടെയുണ്ട്. ഇവിടെ അവൻ പറയണത്, അവൻ നിനക്ക് വേണ്ടി മാത്രമായിരിക്കുന്ന, നിന്നോട് കൂടെ ആയിരിക്കുന്ന ദൈവം. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ അവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 5:30 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ ഒരു ദൈവമുണ്ടോ? എല്ലാ ദൈവങ്ങളും ഡീസൻ്റ് ദൈവങ്ങളാണ്. പാപം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കുന്ന ദൈവങ്ങളാണ്. എന്നാൽ ഇവിടെ ഒരുവൻ പാവപ്പെട്ടവരുടെ, ചുങ്കക്കാരുടെ, വേശ്യകളുടെ, തകർക്കപ്പെട്ടവരുടെ കൂടെ വസിക്കുന്ന ആടുകളുടെ മണമുള്ള ഒരു ഇടയൻ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു ദിവസം ഒരു പെൺകുട്ടി കാണാൻ വരികയാണ്. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദർ, ഞാൻ പാപിയാണ്, എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ വഞ്ചിച്ചു, ഞാൻ അനേകം പാപം ചെയ്തിട്ടുണ്ട്, എന്നെ ഈ ദൈവം സ്നേഹിക്കുമോ? കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പാവപ്പെട്ട പെൺകുട്ടി നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവൾ കാണുകയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം. പാപിനിയെ സ്നേഹിക്കുന്ന, പാപത്തിൻ്റെ അടിപ്പത്തത്തിലൂടെ കടന്നുപോയ, മാതാപിതാക്കളെ ചതിച്ച, വഞ്ചിച്ച ഒരുവളെ സ്നേഹിക്കുന്ന ദൈവം. അവളെ സ്നേഹിക്കുക മാത്രമല്ല, അവളെ തേടി വരുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം അവളുടെ ജീവിതത്തെ ആകപ്പാടി മാറ്റി. ഇത് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ബൈബിളിലുടനീളം കാണാം. അഗസ്റ്റിൻ കാർത്തേജിലെ വ്യഭിചാരശാലകളില്, നാടകശാലകളില്, ക്ലബ്ബുകളില് അവൻ നിരന്തരം പോയിരുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ ദുർബല നിമിഷത്തിൽ ഒരു സ്ത്രീയുടെ കൂടെ ജീവിതവും ആരംഭിച്ചു. അങ്ങനെ അവനൊരു കുഞ്ഞിനെ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവനെ തേടി സ്വർഗം വിട്ട് ഇവൻ്റെ മലിനതയിലേക്ക് കടന്നു വന്നവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ ചുങ്കക്കാരുടെ കൂടെ, അവൻ പാപികളുടെ കൂടെ, അവൻ തകർക്കപ്പെട്ടവരുടെ കൂടെ, അവൻ മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബൈബിളിലെ മറ്റൊരു അത്ഭുതകരമായ, അത്ഭുതം സൃഷ്ടിക്കുന്ന കഥാപാത്രമാണ് മേരി മാഗ്ദലിൻ. മഗ്ദലനയിലെ മേരി. അവളെക്കുറിച്ച് പറയുന്നത്, അവൾ പാപിയായിരുന്നു, ആരും അവളെ അടുപ്പിക്കാറില്ല. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, അവളെ വീട്ടിലേക്ക് പോലും കയറ്റില്ല. നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് പാപം ചെയ്തവരും ഒഴിവാക്കപ്പെട്ടവരുമായ പലരെയും നമ്മൾ അടുപ്പിക്കുക പോലും ഇല്ല, അവരെ മാറ്റി നിർത്തും. എന്നാൽ ഇവളെ തേടി വന്ന ഒരുവനാണ് യേശു ക്രിസ്തു. ഇവളുടെ ജീവിതത്തെ അവൻ സ്പർശിച്ചു, ഇവളുടെ ജീവിതത്തെ അവൻ ആകമാനം മാറ്റിമറിച്ചു. ഈ മാറ്റിമറിക്കല് അവളുടെ ജീവിതത്തെ പടുത്തുയർത്തുക. പാപിനിയെന്നും വ്യഭിചാരിയെന്നും 7 പിശാചുകൾ ബാധിച്ചവളെന്നും സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തപ്പെട്ട ഈ പാവപ്പെട്ട പെൺകുട്ടി ഇന്ന് ദൈവത്തിൻ്റെ കൂടെയാണ്. അവളെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്, യേശുവിൻ്റെ സഹനത്തിൻ്റെ സമയത്ത് അവൻ്റെ കൂടെ നിന്നവൾ, പരിശുദ്ധ അമ്മയോടൊപ്പം കൂടെ നിന്നവളായി അവളെ മാറ്റിമറിച്ചത്. ആർക്കും വേണ്ടാത്തവളെ, സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക്, അൾത്താരയുടെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയ ഒരുവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഇന്ന് ലോകത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിലും,
ഏത് അന്ധകാരത്തിലാണെങ്കിലും നീ ഭയപ്പെടരുത്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവൻ നിന്നോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നിന്നെ മാറി നിൽക്കുകയല്ല, അവൻ നിന്നോടൊപ്പം വസിച്ച് നിന്നെ ജീവിതത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുകയാണ്. അവൾ പറയുന്നുണ്ട്, ലാസറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം കേൾക്കുന്നു, വചനത്തിൽ വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ അധ്യായത്തിലും മനോഹരമായി ലൂക്കാസ് സുവിശേഷകൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ തകർച്ചയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ ഭവനത്തിൽ, മരണവക്ത്രത്തിൽ എല്ലാവരാലും തകർക്കപ്പെട്ട് പരാജയപ്പെട്ട് മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരു ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരുവൻ കടന്നു വരികയാണ്. ഇങ്ങനെ പറയുന്നത്, അവൻ മരിച്ച് 4 ദിവസത്തിന് ശേഷം കടന്നു വരികയാണ്. 4 ദിവസം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? യഹൂദരുടെ വിശ്വാസപ്രകാരം 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ചു വരികയേയില്ല. അങ്ങനെ തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ലാതിരിക്കുന്ന സമയം, ശരീരം പുഴുവരിക്കാൻ തുടങ്ങുന്ന സമയത്തിൽ ഒരുവൻ കടന്നു വരികയാണ്. അവൻ പറയുകയാണ്, നീ ഭയപ്പെടരുത്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, ഒഴിവാക്കപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവൻ. അവൻ ഇന്ന് നമ്മുടെ കൂടെ വരികയാണ്. ഇവനെ സ്വീകരിക്കാനായിട്ടാണ് ഈ ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ. ഇവനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വെറുക്കപ്പെട്ട എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് അവനെത്തിക്കാൻ കടന്നു വരികയാണ്. ഇന്ന് അവന് വേണ്ടി ഹൃദയം തുറന്നാൽ, ഇന്ന് അവന് വേണ്ടി ജീവിതത്തിൻ്റെ വാതിലുകൾ തുറന്നാൽ അവൻ നിന്നെ മാറ്റും. ആട്ടിടയനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആടുകളുടെ മണമുള്ളവൻ. സാമുവേലിന്റെ പുസ്തകത്തിൽ അവനെക്കുറിച്ച് പറയണത്, അവനൊന്നിനും കൊള്ളില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നിനും കൊള്ളില്ലായിരുന്നു, ആടിനെ മേയ്ക്കാൻ മാത്രമേ കൊള്ളുകയുള്ളായിരുന്നു. ശക്തിയും കരുത്തും വണ്ണവും പൊക്കമൊക്കെ ഉള്ളവനെ മുഴുവൻ രാജകൊട്ടാരത്തിലേക്ക് സൈന്യത്തിൻ്റെ സേവനത്തിനായി വിട്ടു. ഇവനോ ആടിനെ മേയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ കഴിവില്ലാത്തവരായി ഒറ്റപ്പെട്ടവരായി കഴിയുന്ന അനേകരുണ്ട്. ഇനി ഒരു ഗതിയില്ല, കാരണം ക്വാളിഫിക്കേഷൻ ഇല്ല. ലോകം പറയുന്ന ഒന്നുമില്ലാന്ന്, ഡിഗ്രി ഇല്ല, മാർക്കില്ല, സഹായിക്കാൻ ആരുമില്ല. എന്നാൽ നിന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട്. ഈ അടുത്ത നാളുകളിൽ പരിചയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പേരാണ് ഇമ്മാനുവൽ. അദ്ദേഹം തിരുവനന്തപുരത്ത് അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഇന്ന് പ്രായമേറെയായി. അദ്ദേഹം പറയുകയാണ്, ബ്രദർ, ഞാൻ SLC ആണ് എൻ്റെ പഠനം, 10ാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ജോലി ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ്റെ ഷൂ പോളിഷ് ചെയ്യലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം അലക്കലായിരുന്നു എൻ്റെ ജോലി. ഒന്നുമില്ല. അങ്ങനെ ആർക്കും വേണ്ടാത്തവനായി ഈ ഷിപ്പിലൊരു ജോലിക്കാരനായി ഈ 10ാം ക്ലാസ്സുകാരൻ ജോലി ചെയ്യുക. വേറെ വകുപ്പൊന്നുമില്ല, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ വരുമാനത്തിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അത്ഭുത കഥ പറയുകയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് അന്ന് തൊട്ട് അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന് മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നു ബ്രദർ. അദ്ദേഹം പറയുകയാണ്, ബ്രദർ, കഴിഞ്ഞ വർഷം ഞാൻ റിട്ടയർ ചെയ്തു ഷിപ്പിൽ നിന്ന്. റിട്ടയർ ചെയ്തത് ഞാൻ ഷൂ പോളിഷുകാരനായിട്ടല്ല, ഞാൻ റിട്ടയർ ചെയ്തത് ഷിപ്പിൻ്റെ ക്യാപ്റ്റനായിട്ടാണ്. ഹല്ലേലൂയ. ജീവിതത്തിലെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുടെ ക്വാളിഫിക്കേഷൻ്റെ പേരാണ് യേശുക്രിസ്തു. ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടം, പകർച്ചവ്യാധിയുടെയും സാമ്പത്തിക തകർച്ചയുടെയും കാലഘട്ടം. കർഷകർ ഒരു വശത്ത് കൃഷി നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്ന അനേക ആയിരങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുവൻ വരികയാ, നിന്റെ കുടുംബത്തിൽ ജനിക്കാൻ, നിന്റെ ഹൃദയത്തിൽ ജനിക്കാൻ. അപമാനവും നിന്ദനവും വേദനയുമുള്ള നിന്റെ കണ്ണുനീരൊപ്പാൻ
ഒരുവനുണ്ട്. അവൻ പറയാം, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണം എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നീ ഭയപ്പെടരുത്, നീ വേദനിക്കരുത്, നീ സങ്കടപ്പെടരുത്, ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട്. അവൻ്റെ പേരാണ് നസ്രത്തിലെ യേശുക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് അവൻ നിന്നെ വിളിക്കുക. ഏതവസ്ഥയിലാണെങ്കിലും, ഒരു ഡിഗ്രി ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, ഒരു ശക്തിയില്ല, ഭയപ്പെടരുത്. ഇതാ ഇവിടെ യേശുക്രിസ്തു ഉണ്ട്. ബർത്തിമേസിന് പറയാം, ഇതാ ഇതാ നിന്റെ ഗുരു നിന്നെ വിളിക്കുന്നു, കടന്നു വരിക, കടന്നു വരിക. അവൻ ഇങ്ങനെ വചനം പറയുന്നത്, അവൻ പുറം കുപ്പായം ദൂരെ എറിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് അവൻ കടന്നു വന്നു, ചാടി വന്നു, ഓടി വന്നു. യേശു ചോദിച്ചു, നിനക്കെന്താ ആവശ്യം? അവൻ പറഞ്ഞു, ഗുരു നിനക്കറിയാലോ, തെണ്ടി തെണ്ടി മടുത്തു, രാവും പകലും ആളുകളുടെ തുപ്പലേറ്റ് ഒഴിവാക്കപ്പെടലുകൾ ഏറ്റ് ഞാനിത് തളർന്നു കഴിഞ്ഞു, ആരും എന്നെ സഹായിക്കാനില്ല, എനിക്ക് കാഴ്ച വേണം. നസ്രായനായ യേശുക്രിസ്തു കാഴ്ചയുടെ അധിപനായവൻ, കേൾവിയുടെ അധിപനായവൻ പറയുകയാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതം അന്ന് തൊട്ട് മാറുകയാണ്. അവൻ പുതിയ വ്യക്തിയായി മാറുകയാണ്. അന്ന് തൊട്ട് അവൻ്റെ ജീവിതം പിച്ചപാത്രങ്ങളിലല്ല, ഗുരുവിൻ്റെ കൂടെ സന്തോഷത്തിൽ, ആനന്ദത്തിൽ, ഉല്ലാസത്തിൽ കളിച്ച് ചിരിച്ച് ആനന്ദിച്ച് തിമിർത്തിച്ച് നടക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുക. ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ ഇന്ന് ക്രിസ്തുവിന് യെസ് പറഞ്ഞാൽ, യെസ് ലോർഡ് ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ, സമൂഹവും ലോകവും നീ ശാന്തനാകുക എന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് യേശു ക്രിസ്തുവിനെ വേണമെന്ന് നീ പറഞ്ഞാൽ, ബർത്തമിയോസിനെ പോലെ നീ ശാഠ്യം പിടിച്ചാൽ, ഉറക്ക നിലവിളിച്ചാൽ അവൻ വരും. അവൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നിന്നെ ശക്തിയുടെ ഉന്നതങ്ങളിലേക്ക് ദൈവം ഉയർത്തും. ഇന്ന് വിശ്വസിക്കണം. അവന് വേണ്ടി ജീവിതങ്ങൾ മലക്കെ തുറക്കണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ നിന്റെ വാതിക്കൽ, നിന്റെ ഹൃദയവാതിക്കൽ വന്നു മുട്ടുന്നു. നിനക്ക് ഹൃദയം തുറക്കാമോ? ഹൃദയം തുറക്കാൻ തയ്യാറുള്ള ഏത് വ്യക്തിയാണെങ്കിലും, അവൻ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വാതിലുകൾ തുറക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ കടന്നു വരാൻ തയ്യാറാണ്. അവനെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതം മറ്റൊന്നായി മാറും. മഗ്ദല മറിയത്തെ പോലെ, മരിച്ച് മണ്ണടിഞ്ഞ ലാസറിനെ പോലെ, മുക്കുവനായ പത്രോസിനെ പോലെ, ആർക്കും വേണ്ടാതിരുന്ന കുഷ്ഠരോഗിയെ പോലെ, തകർക്കപ്പെട്ടവനായി കഴിയുന്ന നിന്റെ അടുത്തേക്ക് ഈ രാത്രി, ഈ ദിവസം ക്രിസ്തു വരിക. ഇതാ ഞാൻ തയ്യാറാണ്. ആകാശം വിട്ട് ഭൂമിയുടെ മലിനതയിലേക്ക് കടന്നു വന്നവൻ നിന്റെ വേദനയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരിക. അവനെ സ്വീകരിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തു കടന്നു വരിക. നിന്റെ ബലഹീനതയിൽ ബലമായി മാറുന്നവൻ്റെ പേര് ക്രിസ്തു. നിന്റെ തകർക്കപ്പെടലുകളിൽ ശക്തിയായി മാറുന്നവൻ്റെ പേര് ക്രിസ്തു. അവൻ പറയുകയാണ്, നിന്റെ ബലഹീനതയെക്കുറിച്ച് ഓർത്ത്, തകർച്ചകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്. നിന്റെ കണ്ണുനീര് എൻ്റെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്വർഗം വിട്ട് നിന്നെ തേടി വന്നത്. ഇതാ ഈ ദിവസം, ഈ ക്രിസ്മസ് രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ വരികയാ നിന്നെ തേടി. ഹൃദയം തുറക്കാമോ? ഏതവസ്ഥയിൽ, ഏത് രാജ്യത്തിൽ, ഏത് ദേശത്തിലാണെങ്കിലും നീയെങ്കിലും, പാപത്തിൻ്റെ ഏത് മലിനതയിലാണെങ്കിലും, എത്ര ശ്രമിച്ചിട്ടും ഒഴിവാകാൻ പറ്റാത്ത പാപത്തിലാണെങ്കിലും ഹൃദയം ഒന്ന് തുറക്കാമോ? ആഴത്തിൽ വിളിക്കാമോ? അവൻ വരും. ബലഹീനതയിൽ ബലമേകാൻ, തകർച്ചയിൽ ശക്തി പകരാൻ അവനുണ്ട്. ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അവനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ
നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. എല്ലാ ബലഹീനതകളും സമർപ്പിച്ച് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. അവൻ നിന്നോട് അരുളി ചെയ്യുകയാണ്, ഇതാ എൻ്റെ കൃപ മാത്രം നിനക്ക് മതി. ഇന്ന് പറയാമോ, ഈശോയെ നിന്റെ കൃപ മാത്രം മതി. എനിക്ക് സമ്പത്തില്ല, എനിക്ക് സാധ്യതകൾ പോലും ഇല്ല, പക്ഷേ നിന്റെ കൃപ. പ്രാർത്ഥിക്കണം, ആ കൃപ ക്രിസ്തു നിനക്ക് നൽകുക. അവൻ പറയുക, നിനക്ക് എൻ്റെ കൃപ മതി. ബലഹീനത നോക്കി അസ്വസ്ഥപ്പെടരുത്, ക്രിസ്തുവിനെ നോക്കുക. അവൻ നിനക്ക് കൃപ നൽകുക, ശക്തി നൽകുക. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുക. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം 29 വചനം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും, ഈ കാലഘട്ടത്തിൻ്റെ ശക്തരെന്ന് വിളിക്കുന്നവർ പോലും തളർന്നേക്കാം. ഈ കാലഘട്ടം നമ്മൾ കാണുക, ശക്തർ പോലും തളർന്നേക്കാം. എന്നാൽ പറയുകയാണ്, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ലോകത്തിൻ്റെ നെറുകയിലൂടെ അവൻ നടക്കും. ഇതാണ് നിന്റെ വിളി. ഈ മണ്ണിൽ കിടന്നഴയല്ല, ഈ മലിനതയിൽ, ഈ തകർച്ചയിൽ, ഈ രോഗത്തിൽ, ഈ തീരാ ദുഃഖത്തിൽ ഇവിടെ കഴിയുകയല്ല. നിന്റെ വിളി കഴുകനെ പോലെ ചിറകടിച്ചുയരുകയാണ്. അവനിൽ ആശ്രയിക്കുക. നിന്റെ ബലഹീനതയിൽ അവൻ വരിക, നിന്നെ കഴുകനെ പോലെ ഉയർത്താൻ, പുതിയ ജീവിതം നൽകാൻ അവനെ ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാൻ
കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹൃദയത്തിന്റെ വാതിലുകൾ അവന് വേണ്ടി മലർക്കെ തുറക്കാമോ? ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയിലും പലരിലും ആശ്രയം വെച്ചിട്ടുള്ളവരാ നമ്മൾ. ലോകത്തിൻ്റെ പാപത്തിൽ, അശുദ്ധിയിൽ സന്തോഷത്തോടെ തേടി പലയിടത്തും പോയിട്ടുണ്ട്. ഔന്നത്യത്തിന് വേണ്ടി പലരുടെയും പുറകെ പോയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ആശ്രയം മറ്റു പലരിലും നാം വെച്ചിട്ടുണ്ട്. ഇന്ന് പറയാമോ, നീയാണ് എൻ്റെ ആശ്രയം, നീ എൻ്റെ സങ്കേതമാണ്. ഹൃദയപൂർവ്വം വിളിക്കാമോ? ജീവിതം മറ്റൊന്നായി മാറുകയാണ്. യേശുക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ ആശ്രയവും സങ്കേതവുമായി മാറുമ്പോൾ നിന്റെ ജീവിതം മറ്റൊന്നായി മാറും. ലോകത്തിൻ്റെ നെറുകയിലൂടെ നിന്നെ സഞ്ചരിക്കുന്നവൻ ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുക. ജീവിതം സമർപ്പിക്കാമോ? സ്വപ്നങ്ങൾ സമർപ്പിക്കാമോ? ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, ഒഴിവാക്കപ്പെടലുകൾ, നിന്ദനങ്ങൾ സമർപ്പിക്കാമോ? എന്നിട്ട് അവനോട് പറയണം, നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ വൈദ്യൻ, നീ മാത്രം മതി എൻ്റെ ദൈവമേ. പൂർണ്ണമായി അവനിൽ ആശ്രയം വെച്ചുകൊണ്ട്, ജീവിതം സമർപ്പിച്ചുകൊണ്ട്, ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഹൃദയം പൂർണ്ണമായി അവന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പാടി ആരാധിച്ച് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ, തീഷ്ണതയോടെ. നീ എൻ്റെ സങ്കേതവും ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. കരങ്ങൾ ഉയർത്തി അവിടുത്തെ ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, വിട്ടുകൊടുത്തുകൊണ്ട് തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമാ അടിയനിതാ. ഇരുകരങ്ങളെ ഉയർത്തി സമർപ്പിച്ചു പാടാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, പൂർണ്ണമായി സമർപ്പിച്ചു, അടിയനിതാ പൂർണ്ണമായി വിട്ടുകൊടുത്തു. ദേവാ, അടിയനിതാ. എല്ലാ മേഖലകളും വിട്ടുകൊടുക്കാം. രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വൈദ്യന്മാർ ഉപേക്ഷിച്ച ഒരു വ്യക്തിയായിരിക്കാം നീ. ജീവിതത്തിൻ്റെ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുന്ന വ്യക്തി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഇതാ വൈദ്യനായവൻ കടന്നു വരികയാണ്. ശക്തനായവൻ കടന്നു വരികയാണ്. രക്ഷകനായവൻ കടന്നു വരികയാണ്. ഹൃദയത്തിലേക്ക് പുതിയ ജീവിതം നൽകാൻ അവനെ വിളിക്കണം. നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ സൗഖ്യമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ നാമങ്ങളും മുട്ടുമടക്കുന്ന നിന്റെ നാമമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതാ ഞാൻ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട്, രക്ഷകനും നാഥനും അവനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെല്ലാ രോഗാവസ്ഥകളിലേക്കും, രക്ഷ ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും അവനെ വിളിച്ചുകൊണ്ട് പാടി ആരാധിക്കാം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും, അവനെ കണ്ടുകൊണ്ട് നീ എൻ്റെ ആലംബവും, അവനെ സ്വീകരിച്ചുകൊണ്ട് നീ എൻ ദൈവം. എല്ലാ രോഗാവസ്ഥകളും തുറന്നു വയ്ക്കാം. നീ എൻ്റെ രക്ഷകനും എല്ലാ തകർക്കപ്പെട്ട അവസ്ഥകളും തുറന്നു വെക്കാം. നീ എൻ്റെ
വൈദ്യനും എല്ലാം മാറ്റി നിർത്തപ്പെട്ട അവസ്ഥകളും തുറന്നു വെക്കാം. നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. അവനെ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആരാധിച്ച് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനിതാ. കരങ്ങൾ ഉയർത്തി പ്രഖ്യാപിക്കാമോ? അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, മനസ്സും ശരീരവും എല്ലാം വിട്ടുകൊടുക്കാം. നിൻമുഖം ജീവകാലമെല്ലാം, തകർക്കപ്പെട്ട എല്ലാ അവസ്ഥകളും വിട്ടുകൊടുക്കാം. സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനിതാ. എല്ലാ വാതിലുകളും മലർക്കെ തുറന്നിട്ടുകൊണ്ട് അടിയനിതാ. ഓ ദൈവമേ ഏറ്റെടുക്കണമേ, ഓ ക്രിസ്തു ഏറ്റെടുക്കണമേ. അടിയനിതാ. ഒരു പുതിയ ക്രിസ്മസ് അനുഭവം എനിക്ക് നൽകണമേ. എല്ലാ പാപ വഴികളും ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ രോഗത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ഇതാ അടിയനിതാ ദേവ, എന്നെ സ്വീകരിക്കണമേ. പൂർണ്ണമായി അർപ്പിക്കുക. വിശ്വാസത്തോടെ നന്ദി പറയാം. അവൻ മാറ്റുന്നത് കണ്ട്, അവൻ പുതിയ ജീവിതം തരുന്നത് കണ്ട് വിശ്വാസത്തോടെ നന്ദി പറയാം. ഹൃദയങ്ങൾ പൂർണ്ണമായി അർപ്പിച്ചു, എല്ലാ മേഖലയും സമർപ്പിച്ച് ഹൃദയപൂർവ്വം നന്ദി പറയാം. അവൻ കടന്നു വരുന്നു, അവൻ ഏറ്റെടുക്കുന്നു, അവൻ പുതിയതാക്കുന്നു. ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കപ്പെടുന്നു, ക്രിസ്തുവിൽ എല്ലാം പുതിയതാക്കപ്പെടുന്നു, ക്രിസ്തുവിൽ അന്ധകാരം മാറുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം നന്ദി പറയാം. അവൻ വന്നുവെന്ന് വിശ്വസിക്കാം, ഏറ്റുപറയാം. പുതിയ ഒരു ക്രിസ്മസ് അനുഭവം, പുതിയൊരു ജീവിതാനുഭവം, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവാനുഭവം എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും ക്രിസ്തു കടന്നു വരുന്ന ഒരു ക്രിസ്മസ്. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന, പ്രകാശം പരത്തുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ പുലരിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസ് ക്രിസ്തുവിൻ്റെ ജീവൻ്റെ, ശക്തിയുടെ, സമൃദ്ധിയുടെ, ആനന്ദത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ. ദൈവം നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.